കൊറോണ തുടങ്ങി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് 2020 ഏപ്രിൽ മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ശിഹാബ് ഒരു ദിവസം ക്യാമറയുമായി ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നു. അതിനു മുൻപ് എത്രയോ മാസങ്ങൾക്ക് മുൻപ് ശ്രീ KP വർഗീസുമായി ശ്രീ ശിഹാബ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് ഈ സമയത്താണ്, ഈ കഴിഞ്ഞ കൊറോണ തുടങ്ങിയ സമയത്ത്. എനിക്ക് കിടക്കപ്പായയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, രോഗികൾ ആശുപത്രിയിലെ ചെലവിനൊട്ടും കുറവില്ല, കൊറോണയുടെ പ്രതിസന്ധി വരവില്ല, എങ്ങനെ ഇത് നടത്താൻ പറ്റും, ദൈവമേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമല്ലോ പൂട്ടിയിട്ടിട്ട് എന്നുള്ള ചിന്ത നിൽക്കുന്ന നേരത്താണ് ശിഹാബ് ക്യാമറയും കൊണ്ടുവന്ന് ഈ കാര്യം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്താനിട വന്നത്. അത് ശിഹാബിൻ്റെ ഏത് ചാനലാണത്? ബി പോസിറ്റീവ് എന്നുള്ള ചാനൽ വഴിയാണ് ഈ കാര്യം അന്ന് അറിയിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എന്നെ കുറേ പേര് വിളിച്ചു, കുറേ പേര് പ്രോത്സാഹിപ്പിച്ചു, കുറേ പേര് സാമ്പത്തിക പിന്തുണ നമുക്ക് ഈ വെബ്സൈറ്റ് വഴിയൊക്കെയാണ് തുടങ്ങുന്നത്. അതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഡയാലിസിസിൻ്റെ 30 ലക്ഷത്തോളം രൂപ നമ്മൾ വെബ്സൈറ്റ് വഴി ശേഖരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ശിഹാബ് അന്ന് തുടങ്ങി വെച്ച ആ ഒരു ശിഹാബിനെ സംബന്ധിച്ചിടത്തോളം പല പ്രവൃത്തികളിൽ ഒരു ചെറിയ പ്രവൃത്തിയാണെന്ന് അന്ന്. പക്ഷേ ശാന്തിപൂർ പാലിയേറ്റീവ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ട് കുറേ നമുക്ക് ഓൺലൈൻ വഴി ആ പ്രതിസന്ധിയുടെ വലിയ കാലഘട്ടത്തെ, ഇപ്പോഴും അങ്ങനെ തന്നെ നമുക്കതിനെ കവർ ചെയ്യാൻ പറ്റി.